KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ലിംഗസമത്വം ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരത്തിന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് ഇറങ്ങണമെന്ന് ചേളാരി സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. പാർലമെന്റിൽ ഹിന്ദുത്വ അജണ്ടയുമായി മന്ത്രിമാർ. ഏക സിവിൽ കോഡ് ചർച്ചയിൽ കൊണ്ടുവരാനൊരുങ്ങി BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ കോള കമ്പനിക്കെതിരെ പ്രതിഷേധം. അമേരിക്കയിൽ വെടിവെപ്പ്, 3 മരണം. മുഴുവൻ സൈന്യത്തെ ഉപയോഗിച്ചാലും ഇന്ത്യക്ക് തീവ്രവാദികളെ പ്രതിരോധിക്കാനാകില്ലെന്ന് ഫാറൂഖ് അബ്ദുള്ള. CPMന്റെ കേരളയാത്ര ജനുവരിയിൽ പിണറായി വിജയൻ നയിക്കും. സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ. വിദ്യാർത്ഥികൾ നാളെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക്. സംസ്ഥാനത്ത് 834 കേന്ദ്രങ്ങളിൽ. അഖില കേരള ഹിഫ്ള്, ബുർദ, പ്രസംഗം, ദഫ് മത്സരങ്ങളും സെമിനാറും നാളെ. ക്ലീനപ്പ് ദി വേൾഡിൽ 2000-ഓളം സന്നദ്ധ സേവകരെ അണിനിരത്തി RSC. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ കൊക്കക്കോളയ്ക്കെതിരെ പ്ലാച്ചിമട മോഡൽ പ്രതിഷേധവുമായി ഗ്രാമവാസികൾ രംഗത്ത്. മെഹദിഗഞ്ചിലെ കൊക്കക്കോള ഫാക്ടറി അമിതമായി ഭൂഗർഭജലം ഊറ്റുന്നതിനാൽ ഗ്രാമവാസികൾ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുകയാണ്. 1999-ലാണ് ഇവിടെ കൊക്കക്കോള കമ്പനി സ്ഥാപിച്ചത്. 2011-ൽ കേന്ദ്ര ഭൂഗർഭ ജലവകുപ്പ് നടത്തിയ പഠനത്തിൽ ഇവിടെ അമിതമായി ജലചൂഷണം നടക്കുന്നതായി പറയുന്നുണ്ടെന്നാണ് പ്രതിഷേധവുമായി രംഗത്തുള്ള പരിസ്ഥിതി സംഘടനകൾ പറയുന്നത്. എന്നാൽ 2012-ൽ കേന്ദ്ര ഭൂഗർഭജല ബോർഡ് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് കാണിച്ചാണ് കമ്പനി അധികൃതർ ഇത് ഗണ്ണിക്കുന്നത്. ജലക്ഷാമമുണ്ടെന്നതിന് തെളിവില്ലെന്നാണ് കമ്പനി പറയുന്നത്. ജലസംരക്ഷണത്തോട് കൂറു പുലർത്തുന്നവർ എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അവകാശവാദമുന്നയിക്കുന്ന കൊക്കക്കോള ഇന്ത്യയിൽ ജലചൂഷണമാണ് നടത്തുന്നതെന്ന് കാലിഫോർണിയ ആസ്ഥാനമായ ഇന്ത്യൻ റിസോഴ്സ് സെന്റർ പറയുന്നു. ഇവർ മെഹദിഗഞ്ചിലെ കൊക്കക്കോള വിരുദ്ധ മുന്നേറ്റത്തിന് പിന്തുണ നൽകിക്കഴിഞ്ഞു. കർഷകർക്ക് മുൻതൂക്കമുള്ള മേഖലയാണ് മെഹദിഗഞ്ച്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യത്തിനുള്ള ജലം പോലും ചൂഷണം ചെയ്ത് കൊക്കക്കോള കൊള്ളലാഭമുണ്ടാക്കുകയാണെന്നാണ് ആരോപണം. കമ്പനിയുടെ ലൈസൻസ് അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് കൌൺസിലുകൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നഗരമായ കൊളറാഡോയിലെ ക്ലിനിക്കിലുണ്ടായ വെടിവയ്പിൽ 1 പോലീസുകാരനടക്കം 3 പേർ കൊല്ലപ്പെട്ടു. 5 പോലീസുകാരടക്കം 11 പേർക്ക് പരിക്കേറ്റു. അക്രമിയെ കസ്റ്റഡിയിലെടുത്തതായി അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്ലാൻഡ് പേരന്റ്ഹുഡ് എന്ന സന്നദ്ധ സംഘടനയുടെ ക്ലിനിക്കിലാണ് അക്രമമുണ്ടായത്. ഗർഭചിത്രത്തെയും കുടുംബാസൂത്രണത്തെയും എതിർക്കുന്ന സംഘടനകളുടെ പ്രതിഷേധം ഈ സംഘടനയ്ക്ക് നേരെയുണ്ടായിരുന്നു. അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പ്ലാൻഡ് പേരന്റ്ഹുഡിന്റെ മറ്റ് ക്ലിനിക്കുകൾക്ക് സുരക്ഷ ശക്തമാക്കി. അക്രമിയെ അധികൃതർ ചോദ്യം ചെയ്യുകയാണ്. പാർലമെന്റിൽ ഹിന്ദുത്വ അജണ്ടയുമായി മന്ത്രിമാർ. ഏക സിവിൽ കോഡ് ചർച്ചയിൽ കൊണ്ടുവരാൻ BJP. ഏക സിവിൽ കോഡ് എന്ന BJP ആവശ്യത്തിന് പ്രതിപക്ഷത്തുനിന്ന് ബിജു ജനതാദളിന്റെ പിന്തുണ. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ ഏക സിവിൽ കോഡിന് വേണ്ടി BJP വാദം. രാജ്യസഭയിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡുവും ആവശ്യമുന്നയിച്ചു. ഭരണഘടനയിൽ മതനിരപേക്ഷത ചേർത്തതിനെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യാഴാഴ്ച ലോക്സഭയിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് BJP തങ്ങളുടെ മുഖ്യ ഹിന്ദുത്വ അജണ്ടകളിലൊന്ന് പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ഏക സിവിൽ കോഡ് സംബന്ധിച്ച BJPയുടെ ആവശ്യത്തിന് പ്രതിപക്ഷത്തുനിന്ന് ബിജു ജനതാദളിന്റെ പിന്തുണയും ലഭിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ബിജു ജനതാദൾ നേതാവ് ഭർത്തൃഹരി മെഹ്താബ് ആവശ്യപ്പെട്ടു. ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന ആവശ്യം വ്യാഴാഴ്ച കേന്ദ്രമന്ത്രി തവാർചന്ദ് ഗെഹ്ലോട്ടും ഉന്നയിച്ചിരുന്നു. ഏക സിവിൽ കോഡ് സംബന്ധിച്ച അംബേദ്കറുടെ നിർദ്ദേശങ്ങൾ പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും കോൺഗ്രസ് പരിഗണിച്ചില്ലെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു. ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്നും ഗോവധ നിരോധം നടപ്പാക്കണമെന്നുമുള്ള 1949 പ്രസംഗം ഇന്ന് ഡോക്ടർ അംബേദ്കർ നടത്തിയാൽ അതിനോട് സഭ എങ്ങനെ പ്രതികരിക്കുമെന്നും ജെയ്റ്റ്ലി ചോദിച്ചു. പ്രധാനമന്ത്രിയായിരിക്കെ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഗോവധ നിരോധം സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്.
കേരളവും ബംഗാളും ഒഴികെ അത് നടപ്പാക്കിയെന്നും ജെയ്റ്റ്ലി തുടർന്നു. അംബേദ്കർ നമുക്ക് തന്ന ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ച് ഏറെ പറയുമ്പോഴും ഏക സിവിൽ കോഡ് സംബന്ധിച്ച് മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് വെങ്കയ്യ നായിഡുവിന്റെ ചോദ്യം. വിഷയം ഏറെക്കാലമായി തീരുമാനമില്ലാതെ കിടക്കുകയാണ്. ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ പാർട്ടികൾ തീരുമാനമെടുക്കണമെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ആവശ്യങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണെന്ന് അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നടത്തുന്ന കേരള യാത്ര പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഇതോടെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ പിണറായി നയിക്കുമെന്ന സൂചനയും CPM നൽകുന്നുണ്ട്. കാസർകോട്ട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ജനുവരിയിലാണ് നടക്കുക. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് CPIയിൽ നിന്നുൾപ്പെടെ ആവശ്യമുയർന്നതിനു തൊട്ടുപിന്നാലെയാണ് CPM കേരള യാത്രയുടെ ക്യാപ്റ്റനായി പിണറായിയെ പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പിന് ശേഷമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ എന്ന് പിണറായി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുഴുവൻ സൈന്യത്തെ ഉപയോഗിച്ചാലും ഇന്ത്യക്ക് തീവ്രവാദികളെ പ്രതിരോധിക്കാനാവില്ലെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള. കഴിഞ്ഞ ദിവസം പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് പുതിയ പ്രസ്താവനയുമായി അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നത്. പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗവും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗവുമാണ്. താൻ ഇതിനു മുമ്പും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും ഇത് പുതിയ കാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തിയാലല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ലെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. ഫാറൂഖിന്റെ വാക്കുകൾക്കെതിരെ മകൻ ഉമർ അബ്ദുള്ളയും രംഗത്തെത്തിയിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ലോക പരിസ്ഥിതി ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി UNEP സംഘടിപ്പിക്കുന്ന ക്ലീനപ്പ് ദി വേൾഡിൽ ദുബായ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശം നെഞ്ചിലേറ്റി റിസാല സ്റ്റഡി സർക്കിൾ പ്രവർത്തകരും പങ്കാളികളായി. വ്യത്യസ്ത സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച 22ാമത് ക്ലീനപ്പ് ദി വേൾഡിൽ മിറാക്കിൾ ഗാർഡൻ പരിസരത്ത് 2000ഓളം RC വളണ്ടിയർമാർ സംബന്ധിച്ചു. സുലൈമാൻ കന്മനം, അബ്ദുറസാഖ് മാറഞ്ചേരി, അബ്ദുസലാം മാസ്റ്റർ കാഞ്ഞിരോട്, ഷമീർ തിരൂർ, അബൂബക്കർ അസ്ഹരി, EK മുസ്തഫ ദാരിമി, നജീം തിരുവനന്തപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ സന്നദ്ധ സേവകരെ അണിനിരത്തിയ RC ഈ വർഷവും അധികൃതരുടെ പ്രശംസ പിടിച്ചുപറ്റി. ദുബായ് സോൺ ഭാരവാഹികളായ അബ്ദുറഷീദ് സഖാഫി, നൌഫൽ കൊളത്തൂർ എന്നിവർ ചേർന്ന് മുനിസിപ്പാലിറ്റി അധികൃതരിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
ലിംഗസമത്വം ഇസ്ലാമികമല്ലെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കോഴിക്കോട് SSF ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം അത് ഒരിക്കലും ഇസ്ലാമികമല്ല, ബുദ്ധിപരമല്ല, മനുഷ്യത്വപരമേ അല്ല. ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണമെന്നത് ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് ആണും പെണ്ണും പഠിക്കണം എന്ന് പറയുന്ന ഈ വാശി യഥാർത്ഥത്തിൽ ഒരു ഒളിയമ്പാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാനും സംസ്കാരത്തെ നശിപ്പിക്കാനും ഉള്ള ഒരു ആസൂത്രിത പദ്ധതി. അതേസമയം തന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചു പ്രചരിപ്പിക്കുന്നതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. സമൂഹത്തിലും കുടുംബത്തിലുമുള്ള സ്ത്രീയുടെ സമുന്നതമായ സ്ഥാനത്തെയും മഹത്വത്തെയും അംഗീകരിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. മനുഷ്യജനതയുടെ അതിജീവനത്തിന് സ്ത്രീ നിർവഹിക്കുന്ന ധർമ്മം അതീവ മഹത്തരമാണ്. കുടുംബങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും ആതുര ശുശ്രൂഷ രംഗത്തും ഉൾപ്പെടെ മാലാഖമാരെപ്പോലെ സേവനം ചെയ്യുന്ന സ്ത്രീകൾ ഇവരെ സമൂഹം അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സ്ത്രീകളെ ആദരിക്കുന്നതിനോടൊപ്പം പുരുഷനെ അപേക്ഷിച്ച് പ്രകൃതിപരമായ അനേകം പരിമിതികളുള്ള അവർക്ക് പ്രത്യേക പരിരക്ഷയും പരിഗണനയും നൽകേണ്ടതുണ്ട്. പ്രസവവും സന്താന പരിചരണവും സ്ത്രീ സമൂഹത്തിന് പ്രകൃതി നൽകിയ ഏറ്റവും മനോഹരമായ സവിശേഷതകളാണ്. ഈ മഹത്വത്തെ പരാമർശിച്ചു വിശദീകരിച്ച കാര്യങ്ങളാണ് സ്ത്രീ പ്രസവിക്കാൻ ഉള്ളവൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞതായി ചിലർ തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിക്കുന്നത്. ഭൂമി ലോകത്തെ മനുഷ്യകർമ്മങ്ങളിൽ ഏറ്റവും സുകൃതം നിറഞ്ഞ കർമ്മമായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത്തരത്തിൽ സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് പരാമർശിച്ച വിഷയങ്ങൾ സ്ത്രീ പ്രസവിക്കാൻ മാത്രമുള്ളവളായി തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത നൽകിയ നടപടി ശരിയല്ലെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ഉപരിപ്ലവ ചർച്ചകളെ ഞങ്ങൾ ഗൌനിക്കുന്നില്ല. ലിംഗനീതിയെക്കുറിച്ച് സമൂഹത്തിലെ സ്ത്രീ പുരുഷ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പ്രത്യേകമായ കാഴ്ചപ്പാടും അതിനനുസൃതമായ കർമ്മപദ്ധതികളുമുള്ളവരാണ് ഞങ്ങൾ. സുവ്യക്തവും സ്വദേശാർത്ഥവുമുള്ള പരാമർശങ്ങളെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് അനാരോഗ്യകരമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഭൂഷണമല്ലെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കറുമായി സ്വകാര്യ ചാനൽ നടത്തിയ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചായിരുന്നു ചോദ്യം. കാന്തപുരം ഒരിക്കൽ പറഞ്ഞത് മാറ്റി പറയില്ലെന്നും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള കാര്യങ്ങളാണ് കാന്തപുരം പറയുന്നതെന്നും രവിശങ്കർ തുറന്നടിച്ചു. കാന്തപുരത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, കാന്തപുരത്തെ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് ഒരു നിലപാടുള്ളൂ. നമ്മുടെ പല നേതാക്കന്മാരെയും സാമുദായിക ആചാര്യന്മാരെയും അപേക്ഷിച്ച് അദ്ദേഹം കുറെ കൂടി നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് യാഥാസ്ഥിതികൻ എന്ന് വിളിക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹം യാഥാസ്ഥിതികനാണ്. യാഥാസ്ഥിതികമായ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു. അത് ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയും. നേരെ മറിച്ച് മറുഭാഗത്തുള്ള പണ്ഡിതന്മാർ കാലോചിതമായി ഖുർആനെ വ്യാഖ്യാനിക്കുന്നു എന്ന രീതിയിൽ ആധുനികമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അപകടമില്ലേ? കാരണം കേരളത്തിലെ പ്രബലനായ ഒരു മതസംഘടനയുടെ നേതാവാണ് അദ്ദേഹം. ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എങ്ങനെ വിലയിരുത്തും എന്ന് പോലും ഒരുപക്ഷെ അദ്ദേഹം ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇത്തരമൊരു ആശങ്കയും ഇന്നും ഇല്ലാതെ തന്നെ ഒരു മതനേതാവ് പൊതുവേദിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യം പോലുമല്ല, ഒരു പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു സാമൂഹികമായി നോക്കുമ്പോൾ ഇതൊരു വലിയ ഒരു അത്രയും അരോചകമായിട്ടുള്ള ഒട്ടും ഔചിത്യമില്ലാത്തൊരു പ്രവൃത്തിയല്ലേ? ഒരു മതനേതാവ് എന്നുള്ളതിലേക്ക് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ വളരെയേറെ ഇദ്ദേഹത്തെ ആശ്രയിക്കുന്നുണ്ട്, വോട്ടിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ തിണ്ണം നിരങ്ങുന്നുണ്ട്. അത്തരമൊരു നേതാവ് ഇങ്ങനെ പറയുന്നതിന്റെ ഒരു അനൗചിത്യം കൂടി താങ്കൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ അതിലേക്കാണ് വന്നത്. കാരണം ഇവിടെ മറ്റ് ആളുകൾ പറഞ്ഞ പോലെയല്ല. ഇപ്പൊ ആദമും ഹവ്വയും ഒരുമിച്ച് പാപം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തു മതം ഒരു വലിയ പരിധി വരെ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം മതം വളരെ വ്യക്തമായിട്ട് പുരുഷാധിപത്യം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മതമാണ്. അപ്പൊ അദ്ദേഹം ഖുറാനിലും ഹദീസിലും കാണുന്ന കാര്യങ്ങൾ അതേപടി പറയുന്നു. മറ്റുള്ളവർ അതിൽ അല്പം മായം ചേർത്ത് പുരോഗമനവാദികളായിട്ട് അഭിനയിക്കുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. ഇനി ആ ഒരു കാര്യം കൂടി പറയാം. കാന്തപുരം മുസ്ലിയാർ ആർജവമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു. മറ്റുള്ള ആളുകളിലേക്ക് മറ്റുള്ളവർ കേൾക്കാതെ ചെവിട്ടിൽ നമ്മളോട് രഹസ്യമായിട്ട് പറയും. അത്ര വ്യത്യാസമുള്ളൂ. അദ്ദേഹം സത്യസന്ധരായതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറയുന്നു. എന്നാൽ അവസരത്തിനനുസരിച്ച് മാറ്റിപ്പറയുന്നവരാണ് ചേളാരി വിഭാഗം എന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ അഭിപ്രായത്തെ ശരിവെക്കുന്നതായിരുന്നു ചേളാരി സമസ്ത പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന.
സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. വനിതകൾ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണമെന്നും ഇത് കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റമാണെന്നും പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റായ സയ്യിദ് ഹൈദരലി തങ്ങൾ പറഞ്ഞു. They need be integrated with the social fabric of India and the mainstream politics. The present day Indian social, cultural atmosphere. ഡിസംബർ 6 മുതൽ 13 വരെ കുണ്ടൂർ ഗൗസിയ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് ഗൗസിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രതിഭോത്സവ് 2015 സർഗവസന്തം വിരിഞ്ഞു. വിവിധ മത്സര ഇനങ്ങളിലായി 150ഓളം പ്രതിഭകൾ മാറ്റുരച്ചു. ജഫർ സഖാഫി മഞ്ചേരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഉദ്ഘാടന സംഗമം അഷ്റഫ് സഖാഫി വണ്ണക്കോട് ഉദ്ഘാടനം ചെയ്തു. NP ലത്തീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. NP ബാബ ഹാജി, ഷാഫി സഖാഫി തെന്നല, നൌഫൽ അസ്ഹരി തൃശൂർ, സേദലവി അഹ്സനി പാണക്കാട്, ഇസ്മായിൽ സഖാഫി മേൽമുറി, അബ്ദുറഷീദ് മുസ്ലിയാർ വാക്കാലൂർ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. സമാപന സംഗമം ഹംസ അഞ്ചുമുക്ക് ഉദ്ഘാടനം ചെയ്തു. സേവനപാതയിൽ 35 വർഷം പൂർത്തിയാക്കിയ മൊയ്തുബാഖവി കുണ്ടൂരിനെ പരിപാടിയിൽ ആദരിച്ചു. മദ്രസ വിദ്യാഭ്യാസത്തിന് ഉത്തേജനം നൽകാനും ആനന്ദകരമായ പഠനത്തിന് മദ്രസാ തലത്തിൽ പുതിയ അവസരങ്ങൾ ഒരുക്കാനുമായി സംവിധാനിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നാളെ രാവിലെ 9 മുതൽ 12 മണിവരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 834 കേന്ദ്രങ്ങളിൽ നടക്കും. സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച എല്ലാ മദ്രസകളിലെയും വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നത്. മദ്രസ വിദ്യാർത്ഥികളിൽ പഠന തൽപരത വളർത്തിയെടുത്ത് കാലത്തോടൊപ്പം നടക്കാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. 5 ലെവലുകളിലായി 48,983 വിദ്യാർത്ഥികൾ നാളെ പരീക്ഷ എഴുതും. സ്കൂൾ അഥവാ പൊതുവിജ്ഞാനത്തിൽ നിന്നും 40%, മദ്രസ അഥവാ ഇസ്ലാമിക വിഷയങ്ങളിൽ നിന്ന് 60% ചോദ്യങ്ങളാണ് ഉണ്ടാവുക. വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് പരീക്ഷാ ഗൈഡ് പുറത്തിറക്കിയിരുന്നു. ജില്ലാ ഡിവിഷൻ റീജിയണൽ സൂപ്രണ്ടുമാർ, റീജിയണൽ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ, ചീഫ് എക്സാമിനർമാർ, ഇൻവിജിലേറ്റർമാർ എന്നിവർ പരീക്ഷയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കും. ജില്ലാ ഡിവിഷൻ സൂപ്രണ്ടുമാരിൽ നിന്ന് ഇൻവിജിലേറ്റർമാർ പരീക്ഷാ സാമഗ്രികൾ ഏറ്റുവാങ്ങി അതാത് സെന്ററുകളിൽ എത്തി ചീഫ് എക്സാമിനർമാരുമായി ചേർന്ന് പരീക്ഷ നടത്തും. നാളെ രാവിലെ 8:30 വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലെത്തണം. 8:45 ആദ്യ ബെൽ അടിക്കും. പരീക്ഷ നടക്കുന്ന സെന്ററുകൾക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട്. SYS എറണാകുളം ജില്ലാ കമ്മിറ്റി അടുത്ത മാസം 13 സംഘടിപ്പിക്കുന്ന ജില്ലാ നബിദിന റാലിയുടെയും മീലാദ് സമ്മേളനത്തിന്റെയും ഭാഗമായി അഖില കേരള ഹിഫ്ള്, ബുർദ, പ്രസംഗം, ദഫ് മത്സരങ്ങളും സെമിനാറും നാളെ രാവിലെ 8 മുതൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കും. കേരളത്തിലെ വിവിധ ദർസ്, ദഅവ, ശരീഅത്ത് കോളേജുകളിൽ നിന്നായി നിരവധി പേർ മത്സരങ്ങളിൽ പങ്കെടുക്കും. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് 4:30 ജില്ലാതല സഫ്വ സിറ്റിംഗും ഉണ്ടായിരിക്കും. തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ പ്രൊഫസർ KV തോമസ് MP ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് PK ശംസുദ്ദീൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഹൈബി ഈഡൻ MLA, MK സാനു മാഷ്, N അലി അബ്ദുള്ള തുടങ്ങി നിയമജ്ഞരും പത്രപ്രതിനിധികളും മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്നതാണെന്ന് പ്രോഗ്രാം കൺവീനർ CA ഹൈദ്രോസ് ഹാജി അറിയിച്ചു. പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ തോപ്പിൽ മുഹമ്മദ് മീരാൻ രചിച്ച് IPB പ്രസിദ്ധീകരിച്ച ആരോടും ചൊല്ലാതെ എന്ന കൃതിയുടെ പ്രകാശനവും പുസ്തക ചർച്ചയും നാളെ വൈകിട്ട് 3:30 കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടക്കും. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം സംഘടിപ്പിക്കുന്ന പരിപാടി MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലിംഗസമത്വം ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരത്തിന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് ഇറങ്ങണമെന്ന് ചേളാരി സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. പാർലമെന്റിൽ ഹിന്ദുത്വ അജണ്ടയുമായി മന്ത്രിമാർ. ഏക സിവിൽ കോഡ് ചർച്ചയിൽ കൊണ്ടുവരാനൊരുങ്ങി BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ കോള കമ്പനിക്കെതിരെ പ്രതിഷേധം. അമേരിക്കയിൽ വെടിവെപ്പ്, 3 മരണം. CPMന്റെ കേരളയാത്ര ജനുവരിയിൽ പിണറായി വിജയൻ നയിക്കും. മുഴുവൻ സൈന്യത്തെ ഉപയോഗിച്ചാലും ഇന്ത്യക്ക് തീവ്രവാദികളെ പ്രതിരോധിക്കാനാകില്ലെന്ന് ഫാറൂഖ് അബ്ദുള്ള. സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ. വിദ്യാർത്ഥികൾ നാളെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക്
സംസ്ഥാനത്ത് 834 കേന്ദ്രങ്ങളിൽ. അഖില കേരള ഹിഫ്ള് ബുർദ പ്രസംഗം ദഫ് മത്സരങ്ങളും സെമിനാറും നാളെ. ക്ലീനപ്പ് ദി വേൾഡിൽ 2000-ഓളം സന്നദ്ധ സേവകരെ അണിനിരത്തി RSC. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.